പ്രവൃത്തി. അടിസ്ഥാനപരമായി ഉതകുന്ന മനുഷ്യ സമ്പാദ്യത്തിന്റെ യോഗ്യത ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രവർത്തനോർജത്തെ വിനിയോഗിക്കുന്നത് എങ്ങനെ എന്നതിനെ ആശ്രയിച്ചു മാത്രം സംഭവിക്കുന്നതാണ്. ഊർജത്തെ ഏത് വിധത്തിലും പരിവർത്തനം ചെയ്ത് വിനിയോഗിക്കാവുന്നത് ആയതുകൊണ്ട് ജീവനിൽ നിക്ഷിപ്തമായ പ്രവർത്തനശേഷി ഏത് സങ്കല്പത്തിലൂടെയാണ് ഉപയോഗിക്കുന്നത് എന്നതിന് ഒത്തല്ലാതെ ഫലം ലഭിക്കുന്നില്ല. മനുഷ്യസങ്കല്പങ്ങൾ എന്നത് പ്രപഞ്ചത്തിലെ ദൃശ്യരൂപങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന സൂക്ഷ്മോർജത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ച് ജീവപ്രവർത്തനം കൊണ്ട് തന്നെ ജീവനിൽ നിക്ഷിപ്തമായി തീരുന്ന അതിസൂക്ഷ്മോർജം എന്ന രൂപതരമായ യാതൊന്നുമില്ലാത്ത നിലനിൽപ്പുകളാണ്. മനുഷ്യസങ്കല്പങ്ങൾ മിക്കപ്പോഴും ഉന്നതമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നുവെങ്കിലും ആ പ്രവർത്തനം വേദനാജനകമായ അനുഭവമാവുകയും തുടർന്നുകൊണ്ടു പോകുന്നതിനും ലക്ഷ്യം പ്രാപിക്കുന്നതിനും സാധാരണഗതിയിൽ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഉയർന്ന ലക്ഷ്യം സ്വപ്നം കാണുന്ന മനുഷ്യജീവന് ആ ലക്ഷ്യപ്രാപ്തിക്കായി വിനിയോഗിക്കാൻ ഉണ്ടാവുന്നത് ജന്മാന്തരങ്ങളിലെ പ്രവർത്തന ഫലമായി ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന അതിസൂക്ഷ്മമായ ചിന്താശേഷിയും പ്രവർത്തനോർജവും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അവകാശം എന്ന നിലയിൽ ജീവന്റെ യോഗ്യതയ്ക്ക് ആനുപാതികമായി ലഭ്യമാവുന്ന സമാനത വരുന്ന മറ്റ് ജീവിത സങ്കല്പങ്ങളും മാത്രമാണ്. ഇവിധം ചിന്താ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒത്തൊരുമിക്കുമ്പോൾ ഫലം സാവധാനം അനുഭവഗുണമായി ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്കുള്ള ഫലം ലഭ്യമാവുന്ന പ്രകൃതിജമായ മാനദണ്ഡം സംജാതമാവുന്നത് ഇത്തരത്തിലാണ്. പ്രവർത്തനത്തിന് തുല്യ പ്രതിഫലം പ്രകൃതിയിൽ ഉറപ്പായതിനാൽ ഉന്നത ഫലപ്രാപ്തിയിൽ എത്തുന്നതിനായി മൃഗീയമായ അവസ്ഥയിൽ ജീവിച്ച് പ്രവർത്തിച്ചതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ പ്രവർത്തന രീതി മനുഷ്യൻ നേടിയെടുക്കേണ്ടത് അനിവാര്യമായി വരുന്നു. മൃഗീയ വാസനകളുള്ള സാമൂഹിക സങ്കല്പങ്ങളും പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെടുകയും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുൻപരിചയം നിമിത്തം എളുപ്പമുള്ള കാര്യമാണ്. മൃഗീയ വാസനകളോടെയുള്ള തുടർ പ്രവർത്തനങ്ങൾ കൊണ്ട് സങ്കല്പത്തിൻ്റെയും അവസ്ഥയുടെയും പുരോഗതി സാധ്യമാവുന്നില്ലാത്തതുകൊണ്ട് മനസ്സിൻ്റെ ശേഷിയെ ജന്തുക്കളുടേതിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ എത്തിച്ചല്ലാതെ ജീവന്റെ വികാസം സാധ്യമാവുന്നില്ല. സങ്കല്പത്തിൻ്റെയും അതുവഴി പ്രവൃത്തിയുടെയും തൽഫലമായ അവസ്ഥയുടെയും പുരോഗതി സാധ്യമാകത്തക്ക വിധമാണ് മനുഷ്യാവസ്ഥയുടെ രൂപകൽപ്പന പ്രാപഞ്ചികമായ യോഗ്യതകളോടെ സാധ്യമാക്കിയിട്ടുള്ളത് എന്ന് കാണാം. മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളെല്ലാം മുന്തിയ അവസ്ഥയിൽ എത്തിയിട്ടുള്ള മൃഗങ്ങളുടേതിനോട് ഏറെക്കുറെ സമാനമായിരിക്കുന്നുവെങ്കിലും മൃഗങ്ങളെപ്പോലെ ഭൂമിയോട് ചേർന്ന് 4 കാലിൽ ഭൂമിക്ക് സമാന്തരമായി മനുഷ്യൻ സ്വശരീരത്തെ അഥവാ ജീവനെ മുമ്പോട്ട് ഗമിപ്പിക്കുന്നില്ല എന്ന് കാണാം. നിവർന്ന് നിൽക്കാനാവുന്നു എന്നതിൽ നിന്ന് ഭൗമാവസ്ഥയുമായി അഥവാ ഭൂമിയുടെ തനതായ നിക്ഷിപ്ത ഗുണങ്ങളുമായി മാത്രം താദാത്മ്യം പ്രാപിച്ച് മുമ്പോട്ട് പോകാതെ ഉയർന്നു നിന്ന് പ്രവർത്തിക്കാനുള്ള ജീവന്റെ ആവശ്യകതയും പ്രാപ്തിയും മനുഷ്യന്റെ രൂപം കൊണ്ട് തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നു. ജീവന്റെ ശേഷീഗുണങ്ങൾക്ക് ഒത്തവിധം ശരീരങ്ങളുടെ ഘടന പ്രകൃതിയുടെ തനത് സാധ്യതയിലൂടെ നടപ്പാവുകയും അതിനൊത്ത് ജീവനിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ജീവന്റെ ശേഷിക്കും ഗുണങ്ങൾക്കും ഇച്ഛകൾക്കുമൊത്ത് പ്രകൃതി നിശ്ചയം എന്ന അനിവാര്യതയായി ശരീരങ്ങൾ രൂപപ്പെടുന്നു എന്ന് വരുമ്പോൾ ജീവൻ എന്തായിരിക്കുന്നുവോ അതിൻ്റെ രൂപതര ദൃശ്യതയാണ് ശരീരം എന്ന് തിരിച്ചറിയാനാവുന്നു. മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് 2 കാലിൽ നിവർന്നു നിന്ന് ജീവിക്കുന്നതിന് പ്രാപ്തിയുണ്ടാവുന്നത് മൃഗങ്ങളെക്കാൾ ഉയർന്ന പ്രവർത്തനശേഷിയും സങ്കല്പങ്ങളും മനുഷ്യാവസ്ഥയാകുന്ന ജീവശേഷി പ്രാപിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ജന്തുക്കളുടേതിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിക്ക് സമാന്തരമാകാതെ മനുഷ്യശരീരം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് തന്നെ ജീവന്റെ വ്യത്യസ്തവും ഉന്നതവുമായ ആവശ്യകതയെ വ്യക്തമാക്കുന്നു. സ്വശരീരത്തെയും ജീവനെയും പ്രവർത്തിപ്പിക്കുന്നതിനായി
ജീവിയുടെ ഉടലിൽ നിന്ന് പിൻപോട്ട് വളർന്നു നിൽക്കുന്ന വാൽ പോലും ജീവൻ മനുഷ്യാവസ്ഥയിൽ എത്തുമ്പോഴേക്ക് വേണ്ടാതാവുന്നതായി വരുന്നു. രണ്ട് കാലിൽ നിവർന്നു നിൽക്കുകയും വാൽ ഇല്ലാതിരിക്കുകയും എന്ന അവസ്ഥ കൊണ്ട് മുമ്പേ കടന്നുപോയ ജീവിതഗതി ആ ജീവനെ സംബന്ധിച്ചിടത്തോളം തീർത്തും മതിയാവാത്തതും അനാവശ്യവും ആകുന്നു എന്നതിൻ്റെ അറിയിപ്പ് ജീവനാകുന്ന മനുഷ്യനെ തന്നെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുമാണ്. ജീവിയെ സംബന്ധിച്ചിടത്തോളം തലയും പ്രവർത്തനങ്ങളും എന്നത് ഭൂമിക്ക് വെളിയിലുള്ള സൂര്യൻ്റെയും ഇതര പ്രവർത്തനങ്ങളുടെയും കാരണതരമായ ശേഷിവിശേഷങ്ങളെ പ്രാപിക്കുന്നതിനായി വളർന്നതും വാൽ ഭൗമശേഷിയുടെ സംഭരിതാവസ്ഥ നിമിത്തം സംഭവിച്ച വികാസവുമാണ് എന്ന് കാണാം. ജീവനിൽ സംഭരിതമായിരിക്കുന്ന ഭൗമഗുണം നിമിത്തം സംഭവിച്ച രൂപപ്രാപ്തിയാണ് ജീവികളുടെ വാൽ എന്നതുകൊണ്ട് വിദൂര പ്രപഞ്ചവിശേഷങ്ങളെ ഉൾക്കൊള്ളുന്ന തലച്ചോർ നിക്ഷിപ്തമായിരിക്കുന്ന തല പോലെ സൂക്ഷ്മമായ വികാസം വാലിന് സാധ്യമല്ലാതിരിക്കുകയും അറിവും ബുദ്ധിയും വിവേചനശേഷിയുമൊന്നും ഇല്ലാത്തതായിരിക്കുകയും ചെയ്യുന്നു. പരിണാമ വഴിയെ ഏറെ മുമ്പോട്ട് പോയിട്ടുള്ളതും ഭൂമിയെ നിരന്തരം സ്പർശിച്ച് നിലകൊള്ളുന്നതുമായ ജീവികൾക്ക് പൊതുവായി ഉണ്ടാവാറുള്ള വാൽ എന്ന അവയവം ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് അകലെയായി പ്രവർത്തിച്ചു നിൽക്കാൻ സാധ്യമായ പക്ഷികളിൽ പോലും ഇല്ലാതിരിക്കുന്നതും ഉണ്ടായി വരാൻ സാധ്യത ഇല്ലാത്തതുമാണ്. രണ്ട് കാലിൽ നിവർന്നു നിന്ന് ജീവിക്കാൻ പ്രാപ്തമാവും വിധം പരിണാമത്തിൻ്റെ സവിശേഷമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്, അഥവാ മനുഷ്യരൂപം പ്രാപിച്ചപ്പോഴാണ് ജീവന് പ്രപഞ്ചത്തിൻ്റെ കാരണ സൂക്ഷ്മ രഹസ്യങ്ങൾ അറിയാൻ വ്യഗ്രത ഉണ്ടായതു തന്നെ. ഗോത്രതരമായ പ്രാകൃത ഭാവനകളും അസത്യമെങ്കിലും ആത്മാക്കളെയും ദൈവത്തെയും സംബന്ധിക്കുന്ന വിചാരങ്ങളും ഉണ്ടായി തുടങ്ങിയത് ജീവൻ മനുഷ്യാവസ്ഥ എത്തിയതോടെയാണ്. ഏറ്റവും പ്രാകൃത സമൂഹങ്ങളുടെ പോലും സൂക്ഷ്മതരമായ കാഴ്ചപ്പാടുകളെ കാരണ ലക്ഷ്യങ്ങൾ തേടിയുള്ള ജീവന്റെ വളർച്ചയുടെ ആരംഭമായി കാണാവുന്നതാണ്. അന്വേഷണവും അറിവും ബുദ്ധിയും വിവേചനശേഷിയുമായി ജീവനിൽ നിറയുന്ന ഗുണങ്ങളെ താൻ എന്ന മൃഗീയമായ അല്പത്വത്തിൽ നിന്ന് മുക്തി പ്രാപിച്ച് താനെന്നും അന്യമെന്നും പറയാവുന്നവയെക്കുറിച്ചുള്ള സൂക്ഷ്മതരമായ അറിവുകൾ നേടിയെടുക്കുക എന്ന ജീവന്റെ ബോധപൂർവമായ പ്രവൃത്തിയും പരിചയവുമായി കാണാനാവുന്നു. പ്രാപഞ്ചികമായ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന മനുഷ്യജീവനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും ചെയ്തെടുക്കേണ്ടുന്ന പുതിയ പദ്ധതികളിലൂടെ മുമ്പോട്ട് പോവുക എന്നത് വിചാരപരമായി എളുപ്പമാണെങ്കിലും പ്രവർത്തന വഴിയിൽ ക്ലേശപൂർണമായ കാര്യമാണ്. ജീവോർജവും സങ്കല്പശേഷിയും എന്നത് ജീവപ്രവർത്തനം ഭൂമിയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകൃതിയിൽ നിക്ഷിപ്തവും വിഘടിതവും ആയിരുന്നു എന്നതുപോലെ പ്രവർത്തന ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ സങ്കല്പ ലക്ഷ്യങ്ങൾ മനസ്സിലും അതുവഴി ജീവനിലും നിക്ഷിപ്തമാവുന്നതും എന്നാൽ പൂർത്തീകരണം എന്ന ദൃശ്യാനുഭവത്തിൻ്റെ നടപ്പാക്കൽ ക്ലേശകരവുമായി വരുന്നു. ഊർജത്തിൻ്റെ സങ്കല്പതരമായ അവസ്ഥയ്ക്കൊപ്പം ജീവൻ വിചാരപരമായി നിലകൊണ്ടു കാണുമ്പോൾ ഊർജത്തിൻ്റെ ദൃശ്യശേഷിയെ പുതുതായി ജനിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും സാധിക്കുന്നു എന്നാണ് ബോധ്യമാവുന്നത്. ഊർജത്തെ നിർമ്മിക്കുന്നതിനും പരിവർത്തിതമാക്കുന്നതിനും സാധിക്കുന്നതിലൂടെ പുതിയ ലക്ഷ്യത്തെയും ഫലത്തെയും നേടുന്നതിന് സാധ്യവുമാകുന്നു. ദൃശ്യരൂപങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഊർജത്തിന് കാരണമായ സങ്കല്പം എന്ന കാരണോർജത്തെ പുതുതായി ജനിപ്പിക്കുന്നതിന് സാധ്യമാവുന്നതുകൊണ്ട് മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഊർജത്തെയും അതിന് പിന്നിലുള്ള സങ്കല്പങ്ങളെയും നിയന്ത്രിച്ചു നിർത്തി പുതിയൊരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ജീവനുകളെ പിന്തുടർച്ചക്കാരായി നിർമ്മിക്കാൻ ശേഷിയുള്ള മനുഷ്യാവസ്ഥയുടെ പ്രവർത്തനോർജത്തിൻ്റെ സംഭരിത ശേഷിക്ക് പരിണാമം സംഭവിച്ച് പുതിയ അവസ്ഥയുടെ ഉത്ഭവകാരണം ആയിത്തീരുന്നു. ഊർജം എന്നത് പരിവർത്തന വിധേയവും പരിവർത്തനം വഴി ഒരവസ്ഥയിൽ ആയിരിക്കുമ്പോഴത്തേതിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനം നൽകാൻ സാധിക്കുന്നതുമായ പ്രാപഞ്ചിക വൈഭവമാണ്. ഊർജത്തിന് പരിവർത്തന വിധേയമായി വ്യത്യസ്ത പ്രവർത്തനങ്ങളായി മാറുന്നതിന് കഴിയുന്നതിനാൽ പൂർണ്ണത പ്രാപിച്ച ഒരു ജീവശേഷിയെ
നിരന്തരം സങ്കല്പിച്ചു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലവത്താവുന്ന അനുഭവം സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്നു. നിഷ്ഠയോടെയുള്ള കുടുംബജീവിതത്തിനും ബ്രഹ്മചര്യത്തിനുമൊക്കെ ഉയർന്ന ഫലങ്ങൾ ഉളവാക്കാൻ സാധിക്കുന്നതിൻ്റെ പ്രാപഞ്ചികമായ യുക്തി ഇത്തരത്തിലാണ് വ്യക്തമാവുന്നത്.